ഭാഗത്തിൽ നിന്നും പ്രത്യേകമായി ഉറപ്പിച്ച ഒരാശയം ഈ വാക്യത്തോട് ബന്ധപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിച്ച വാക്യത്തിൽ, പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്ക സഭയുടെ പശ്ചാത്തലം, ഈ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ആശയങ്ങൾ എല്ലാം വിശദീകരിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച 2 വാക്യം വായിച്ച് ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. തെസ്സലോനിക്ക സഭയിലെ ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയണം. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതവിടെ നിൽക്കട്ടെ. യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ കൂടി വന്ന ദൈവജനമാണ് അവിടെ ഉള്ളത്. പക്ഷേ അവർക്ക് ആത്മീയമായി ദൈവികമായ വലിയ അറിവുകളുണ്ട്. പക്ഷെ എന്നാൽ ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവ് പരിമിതമാണ്. സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവ്, കർത്താവിൻ്റെ പ്രത്യക്ഷത എന്നുള്ളത്. അതിനെ ആസ്പദമാക്കി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരിച്ചവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിദ്രവരെക്കുറിച്ചുള്ള അറിവ് അവർക്ക് പരിമിതമായിരുന്നു. ഇങ്ങനെ ഒത്തിരി അറിവുകളിൽ അവർ പരിമിതവരായിരുന്നു. എന്നതുപോലെ ഇവരെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചുള്ള അറിവ് ഇവർക്ക് പരിമിതമായിരുന്നു. ഇവരെ തിരഞ്ഞെടുത്തതിനോടുള്ള ബന്ധത്തിൽ ഇവരുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇവർക്ക് പരിമിതമായിരുന്നു. വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പൗലോസ് അവരെക്കുറിച്ച് വർണ്ണിക്കുന്നത് അവർ വളരെ സ്നേഹമുള്ളവരാണ്, നല്ല വിശ്വാസമുള്ളവരാണ്, അവർ വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സഭയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ, നല്ല സാക്ഷ്യം ആ പ്രദേശമുള്ള ചുറ്റുപാടുള്ള എല്ലാ സഭകളിലും നല്ല മതിപ്പാണ്. സ്തോത്രം. പക്ഷേ എങ്കിൽ ഇവർക്ക് പരിമിതിയുണ്ട്. സ്തോത്രം. വളരെ അറിവിൽ വളരെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യമാണ് പറഞ്ഞത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയണം. സ്തോത്രം. ഞാൻ 2 വാക്യം വായിക്കാം. ഒന്ന്, ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കുക. സ്തോത്രം. അവിടെ മോശ പറയുകയാണ്, നിങ്ങൾ സംഖ്യയിൽ വലിയ പെരുപ്പമുള്ള ഒത്തിരി ജനക്കൂട്ടമായതുകൊണ്ടല്ല നിങ്ങളെ തിരഞ്ഞെടുത്തത്. പിന്നെയോ, നിങ്ങൾ സകല ജാതികളെക്കാളും പെരുപ്പം ഉള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്ത. അടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ. അടുത്ത വായിച്ചേ. ശ്രദ്ധിക്കണം. യഹോവ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ മഹാദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. കരുണാസമ്പന്നനായ ക്രിസ്തുവോ മസിഹായോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗം എങ്ങനെയാണ്? കാൺബീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. വായിച്ച ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക്, ശ്രദ്ധിക്കണം, നിങ്ങൾ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല, കഴിവുള്ളവരായതുകൊണ്ടല്ല, മിടുക്കരായതുകൊണ്ടല്ല, ഉന്നതരായതുകൊണ്ടല്ല, ശ്രേഷ്ഠരായതുകൊണ്ടല്ല, ജ്ഞാനികളായതുകൊണ്ടല്ല. ദൈവം നിങ്ങളെ സ്നേഹിച്ചു. എന്തിനു വേണ്ടി സ്നേഹിച്ചു? നിങ്ങൾ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധരായ, നിഷ്കളങ്കരായ, നിർമ്മലരായ, ദൈവകൃപയുള്ള ദൈവമക്കളായിരിക്കാൻ. കരവർത്തി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഇങ്ങനെ കർത്താവിനെ സ്തുതിക്കുന്നതിൽ സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ന്റെ 19-16 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 19. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തു, നിങ്ങൾ ലോകക്കാരായിരിക്കുവാനല്ല, തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ജനമായി, അവൻ്റെ അവകാശികളായി, അവൻ്റെ പ്രിയ മക്കളായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചേ. ആ ആ ലോകം നിങ്ങളെ പകയ്ക്കുന്ന. അടുത്ത വാക്യം കൂടെ. മതി 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 മതി. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തുടർന്ന് വായിച്ചു വരുമ്പോൾ, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഫലമുള്ളവരായിരിക്കുവാൻ. ഫലമുള്ളവരായിരിക്കുവാൻ. ഒരു വാക്കുകൂടെ ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ. ഒരിക്കൽ യേശു വിശന്നിട്ട് ഒരു വൃക്ഷത്തിൻ്റെ അടുക്കൽ, അത്തിവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് വന്നതായി നമ്മൾ കാണുന്നുണ്ട്. യേശു അതിനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല പച്ചപ്പുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, പുഷ്ടിയുണ്ട്. പക്ഷേ യേശു നോക്കിയപ്പോൾ അതിനകത്ത് ഫലമില്ല. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. സമയം അനുവദിച്ചു തന്ന ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുന്നു.